നമസ്കാരം, എൻ്റെ പേര് അതുൽ. ഒരുപക്ഷെ ദിശയുടെ വിവിധ ചാനലുകളിലെ ഇംഗ്ലീഷ് വീഡിയോസ് കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നവരെ സംബന്ധിച്ച് എൻ്റെ മുഖം വളരെ പരിചിതമായിരിക്കും. അല്ലാത്തവരോടാണ്, ഞാൻ ദിശ അക്കാഡമിയിലെ ഒരു ഇംഗ്ലീഷ് ട്യൂട്ടറാണ്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് ഒരു ക്ലാസ് എടുക്കാനോ അല്ലെങ്കിൽ ഔപചാരികമായി എന്തെങ്കിലും ഒരു കാര്യം അറിയിക്കാനോ ഏതെങ്കിലും പ്രൊമോഷനെ പറ്റി സംസാരിക്കാനോ ഒന്നുമല്ല. മറിച്ച് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി വിവിധങ്ങളായിട്ടുള്ള എക്സാമുകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരെ പരിശീലിപ്പിക്കുന്ന ഒരു ട്യൂട്ടർ എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു ഇംഗ്ലീഷ് അധ്യാപകൻ എന്ന നിലയിൽ ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടി ബുദ്ധിമുട്ടുന്ന പ്രയാസപ്പെടുന്ന ആൾക്കാരോട് ഹൃദയത്തിൽ നിന്ന് ചില കാര്യങ്ങൾ പങ്കുവെക്കാനാണ്. ഈ കാലയളവില് വിവിധങ്ങളായിട്ടുള്ള ധാരാളം പരാതികളും പരിഭവങ്ങളും ഒക്കെ സ്റ്റുഡൻസിന്റെ ഭാഗത്തു നിന്ന് ഞാൻ കേൾക്കാറുണ്ട്. ചിലരെങ്കിലും വളരെ പ്രത്യേകമായി ഇങ്ങനെ പറയാറുണ്ട്: സാർ, ഞാൻ വളരെ കൃത്യതയോടെ ഗ്രാമർ നിയമങ്ങൾ എഴുതിയെടുത്ത് തന്നെ പഠിക്കാറുണ്ട്, പക്ഷെ ആക്ച്വൽ എക്സാമിന് അല്ലെങ്കിൽ മോക്ക് ടെസ്റ്റ് ഒരു ചോദ്യം വരുമ്പോൾ ഞാൻ അങ്ങ് ഇല്ലാണ്ടായി പോവാണ്, ഞാൻ പഠിച്ച കാര്യങ്ങൾ അങ്ങ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല, ഇതാണോ അല്ലെങ്കിൽ അതാണോ തുടങ്ങിയ കൺഫ്യൂഷൻ, റീഡിംഗ് കോംപ്രഹെൻഷൻ, ക്ലോസ് ടെസ്റ്റ്, ഇതൊന്ന് കൃത്യമായിട്ട് വായിച്ചതിന്റെ കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കി ഉത്തരം നൽകാൻ എനിക്ക് പറ്റുന്നില്ല. ഇത്തരത്തിലുള്ള ചിന്തകൾ നിങ്ങളെയും അലട്ടാറുണ്ടോ? എങ്കിൽ ഞാൻ പറയുന്നു, നിങ്ങൾക്ക് അഭിമാനിക്കാം. കൺഗ്രാറ്റുലേഷൻസ്, യു ആർ റിയലി ട്രൈ. കാരണം ഇംഗ്ലീഷ് പഠനത്തിന്റെ ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പാണ് ഈ പറഞ്ഞ കൺഫ്യൂഷൻ. നിങ്ങളെ പോലെ തന്നെ ഈ ഒരു ഘട്ടത്തിലൂടെ ഞാനും കടന്നു പോയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഈ ഘട്ടത്തെ ഞാൻ എങ്ങനെയാണ് വ്യക്തിപരമായിട്ട് ഓവർകം ചെയ്തത്, അല്ലെങ്കിൽ എന്തെല്ലാം കാര്യത്തിൽ കൃത്യത വരുത്തിയാൽ ഈ ഒരു ഘട്ടത്തെ നിഷ്പ്രയാസം നമുക്ക് ചാടിക്കടക്കാൻ സാധിക്കും, ഇതാണ് ഇന്നത്തെ വീഡിയോയുടെ സാരം എന്ന് പറയുന്നത്. അപ്പം ഏറ്റവും ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മാത്സ് പോലെ റീസണിങ് പോലെ കേവലം ഒരു സബ്ജക്റ്റ് അല്ല ഇംഗ്ലീഷ്, മറിച്ച് അതൊരു ഭാഷാ വിഷയമാണ്. നമുക്കറിയാം, ഒരു ഭാഷ എത്രത്തോളം കൃത്യതയോടും ശ്രദ്ധയോടും കൂടിയാണ് നമ്മൾ സ്വായത്തമാക്കുന്നത്, അത്രയും തന്നെ കൃത്യതയും ശ്രദ്ധയും വേണമെന്ന് കോമ്പറ്റേറ്റീവ് എക്സാമിലെ ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ. പണ്ട് കുഞ്ചൻ നമ്പ്യാർ ഒറ്റ രാത്രി കൊണ്ട് ഓട്ടം തുള്ളൽ ചിട്ടപ്പെടുത്തി. അതുപോലെ ഒറ്റ രാത്രിയിൽ അല്ലെങ്കിൽ ഒറ്റ ദിനത്തിലെ അധ്വാനം കൊണ്ട് സ്വായത്തമാക്കാൻ അല്ലെ വശപ്പെടുത്തി എടുക്കാൻ പറ്റുന്നതല്ല കോമ്പറ്റേറ്റീവ് എക്സാമിലെ ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. അതിന് കൃത്യമായിട്ടുള്ള സ്ട്രക്ചർ വേണം, സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ, അതുപോലെ തന്നെ സമയം ആവശ്യമുള്ള ഒരു പ്രിപ്പറേഷനും വേണം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഇനി അങ്ങോട്ട് എങ്ങനെ പേടിയില്ലാതെ ഇംഗ്ലീഷ് പഠിക്കാം, എന്തെല്ലാം കാര്യങ്ങൾ അതിന് ശീലിക്കണം, ആ ശീലങ്ങളെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് അതിലേക്ക് കടക്കാം. ഓക്കെ, ഏറ്റവും ആദ്യത്തെ ട്രിക്ക് എന്ന് പറയുന്നത് നിങ്ങൾ എല്ലാ ദിവസവും കൃത്യമായിട്ട് പത്രം വായിക്കുക എന്നതാണ്. പത്രം വായനയേക്കാൾ ഫലപ്രദമായിട്ട് മറ്റൊരു ടിപ്പില്ല. കോമ്പറ്റേറ്റീവ് എക്സാമിന്റെ ഫീൽഡിൽ ഒരാൾ നിൽക്കുമ്പോൾ എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ അയാൾ ഫേസ് ചെയ്യുന്നുണ്ടോ അതിന്റെ ഒക്കെ സൊല്യൂഷൻ ഈ പറഞ്ഞ പത്രം വായനയിലുണ്ട്. നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സ് കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്നില്ലേ, അല്ല കോംപ്രഹെൻഷൻ വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നില്ലേ, മാത്സിലെ റീസണിങ്ങിലെയും ചോദ്യങ്ങൾ ഇംഗ്ലീഷാണ്, അത് വായിച്ച് ഉത്തരം എഴുതാൻ പറ്റുന്നില്ലേ, ഈ പറഞ്ഞ പ്രശ്നങ്ങൾക്കെല്ലാം അതിൻ്റെ ഒക്കെ ഒരു ഒറ്റമൂലിയായിട്ട് പത്രം വായനയെ നമുക്ക് കൺസിഡർ ചെയ്യാം. നിങ്ങൾ ഒരു 6 മാസം അല്ലെങ്കിൽ പോട്ടെ ഒരു 2 മാസം കൃത്യമായിട്ട് എല്ലാ ദിവസവും പത്രം വായിച്ചു നോക്കിയേ, നിങ്ങൾ പോലും അത്ഭുതപ്പെടുന്ന രീതിയിലുള്ള മാറ്റങ്ങൾ നിങ്ങളുടെ വ്യക്തി ജീവിതത്തിലും പ്രിപ്പറേഷനിലും നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ പറ്റും. ഇത് ഞാൻ നിങ്ങളെ ചുമ്മാ കോരിത്തെരിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ പുളകം വെളുപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല, മറിച്ച് എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമായതുകൊണ്ട് അതിൽ നിന്ന് ചീന്തിയെടുത്ത് ഞാൻ നിങ്ങളോട് പറയുന്നതാണ്. ഓക്കെ, ഇപ്പൊ പത്രം എങ്ങനെ വായിക്കണം? ഒരു ആചാരം എന്ന രീതിയിൽ വായിക്കണം. ലൈക്ക് ഇറ്റ്സ് യുവർ റിച്വൽ. ഒരു ആചാരം എന്ന രീതിയിൽ നിങ്ങൾ എല്ലാ ദിവസവും പത്രം വായിക്കുക. ഏത് പത്രം വായിക്കണം? നമുക്കറിയാവുന്ന 2 പത്രങ്ങളുണ്ട് അല്ലേ, കോമൺ ആയിട്ട് എല്ലായിടത്തും കാണുന്ന ഹിന്ദുവും ഇന്ത്യൻ എക്സ്പ്രസും. ഇതിൽ വളരെ വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുന്നത് ഹിന്ദു പത്രം വായിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ രണ്ടും 2 വ്യത്യസ്ത റൈറ്റിംഗ് സ്റ്റൈൽ ഫോളോ ചെയ്യുന്നതാണ്. ഈ ഇന്ത്യൻ എക്സ്പ്രസ് കുറച്ചും കൂടി മോഡേൺ ആയിട്ടുള്ള ഒരു ഭാഷാ ശൈലി സ്വീകരിക്കുമ്പോൾ ഹിന്ദു സ്വീകരിക്കുന്നത് കുറച്ചും കൂടി ട്രഡീഷണൽ ആയിട്ടുള്ള അപ്രോച്ചാണ്. നമുക്കറിയാം, കോമ്പറ്റേറ്റീവ് എക്സാമിന് ട്രഡീഷണൽ ഗ്രാമറും അല്ലെങ്കിൽ ട്രഡീഷണൽ ഇംഗ്ലീഷിനാണ് കൂടുതൽ പ്രാധാന്യം. മോഡേൺ ശൈലികൾക്ക് അവിടെ വലിയ പ്രസക്തിയില്ല. അപ്പൊ കോമ്പറ്റേറ്റീവ് എക്സാമിന് വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഹിന്ദു പത്രം വായിക്കുന്നതായിരിക്കും കൂടുതൽ അഭികാമ്യം. ഓക്കെ,
അതിൽ തന്നെ എഡിറ്റോറിയൽ പേജ് നിങ്ങൾക്ക് കാണാം, ഒപ്പീനിയൻ പേജ് കാണാം. അപ്പൊ നിങ്ങൾ ഏറ്റവും ആദ്യമായിട്ട് പത്രം വായിക്കുന്ന ഒരാളാണെങ്കിൽ, മുൻപ് അങ്ങനെ ഒരു ശീലമില്ല, ആദ്യമായിട്ട് തുടങ്ങുന്നതാണെങ്കിൽ നിങ്ങൾ ആദ്യമേ എഡിറ്റോറിയൽ വായിക്കണമെന്നൊന്നും ഞാൻ വാശി പിടിക്കുന്നില്ല. കാരണം നമുക്കറിയാം ഒരു പത്രത്തിന്റെ ഏറ്റവും പോളിഷ്ഡ് ആയിട്ടുള്ള ലാംഗ്വേജിലായിരിക്കും അവരവരുടെ എഡിറ്റോറിയൽ തയ്യാറാക്കുന്നത്. അപ്പൊ നമ്മൾ ആദ്യമായിട്ട് പത്രം വായിക്കാൻ നോക്കുമ്പം ആദ്യമേ കയറി എഡിറ്റോറിയലിലേക്ക് ചാടിയാൽ കടുകട്ടിയുള്ള വാക്കുകളും ശൈലികളും പ്രയോഗങ്ങളും ഒക്കെ ഉടനെ നമ്മൾ ഇട്ടിട്ട് ഓടും, അല്ലേ? അങ്ങനെ വരാതിരിക്കാൻ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു മടുപ്പ് നിങ്ങളെ പെടുത്താതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്, ചെറിയ ചെറിയ വാർത്തകൾ ആ ഫ്രണ്ട് പേജിലൊക്കെ നമ്മുടെ ചുറ്റുപാടുമായിട്ട് ബന്ധപ്പെട്ട, അല്ലെ നമ്മുടെ രാഷ്ട്രീയ സാമൂഹിക പശ്ചാത്തലവുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് വാർത്തകളില്ലേ, അതാദ്യം വായിച്ചു തുടങ്ങും. പിന്നെ ഒരു 2 ആഴ്ചയൊക്കെ കഴിയുമ്പോൾ പതുക്കെ എഡിറ്റോറിയലിലേക്ക് ജമ്പ് ചെയ്യാം. എന്തിനു വേണ്ടിയിട്ടാണ് ഈ പത്രം വായിക്കുന്നത്? പത്രം വായിച്ചാൽ സെന്റൻസിന്റെ സ്ട്രക്ചറിനെ കുറിച്ച് നല്ല ബോധ്യമുണ്ടാകും. നമുക്കറിയാം ഇംഗ്ലീഷില് സ്ട്രക്ചറിന്റെ അടിസ്ഥാനത്തിൽ ഓരോ സെന്റൻസുകളെയും സിമ്പിൾ എന്നും കോമ്പൗണ്ട് എന്നും കോംപ്ലക്സ് എന്നും തരംതിരിക്കാറുണ്ട്, അല്ലെ? ഗ്രാമറിന്റെ ഏറ്റവും ആദ്യത്തെ ക്ലാസ്സിൽ ഒരുപക്ഷെ നമ്മൾ പഠിക്കുന്നുണ്ടാകാം. യെസ്, സിമ്പിൾ, കോമ്പൗണ്ട്, കോംപ്ലക്സ്. ഈ സെന്റൻസുകൾ എങ്ങനെയാണ് ഒരു ന്യൂസ് റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? അപ്പൊ അതിലെ സെന്റൻസുകൾ വായിച്ചു മനസ്സിലാക്കി അതിൽ സിമ്പിള്, കോമ്പൗണ്ട്, കോംപ്ലക്സ് എത്രത്തോളം ഉണ്ട്, അല്ലെങ്കിൽ ഏതൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്യുക. അത് നമ്മളെ ഒരുപാട് സഹായിക്കും. അതുപോലെ തന്നെ പുതിയ വാക്കുകൾ, എഡിറ്റോറിയലൊക്കെ ഇഷ്ടംപോലെ വാക്കുകളുണ്ട്. നമുക്ക് ഇതുവരെ നമ്മൾ കേൾക്കാത്ത ഒരുപാട് വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ എഡിറ്റോറിയലൊക്കെ തയ്യാറാക്കുന്നത്. അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞു വാർത്തകൾ. അപ്പൊ അത് കൃത്യമായിട്ട് നോട്ട് ഡൗൺ ചെയ്യുക, അതിന്റെ അർത്ഥം എഴുതുക. അർത്ഥം മാത്രം മതിയോ? പോരാ, സിനോണിംസും കൂടി. ഉദാഹരണത്തിന് ഞാൻ ഇന്ന് വായിച്ചപ്പോൾ എനിക്ക് 2 കിട്ടിയ വാക്കുകളാണ്. ഒന്ന് പ്രാഗ്മാറ്റിക്, 2 എക്സബേറ്റ്. പ്രാഗ്മാറ്റിക്കും എക്സബേറ്റും എന്താണ് ഇതിന്റെ രണ്ടിന്റെ മീനിങ്? പ്രാഗ്മാറ്റിക് എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കൽ എന്നാണ് കേട്ടോ, പ്രാക്ടിക്കൽ. എക്സബേറ്റ് എന്ന് പറഞ്ഞാൽ ഇന്റൻസിഫൈ എന്നാണ്, ഇന്റൻസിഫൈ. ഇത് ഇന്ന് ഞാൻ പത്രം വായിച്ചപ്പോൾ എനിക്ക് കിട്ടിയ 2 വാക്കുകൾ ഇപ്പൊ ഓർമ്മയിൽ വന്നപ്പോൾ ഞാനൊന്ന് ഷെയർ ചെയ്തതാണ് കേട്ടോ. അതുപോലെ തന്നെ റൈറ്റിംഗ് സ്റ്റൈല്. ഒരു വാർത്ത ഏത് രീതിയിലാണ് അവർ അവതരിപ്പിച്ചത്, കറക്റ്റ് ഇമോഷൻ നമ്മളിലേക്ക് കൺവേ ചെയ്യാൻ വേണ്ടി അവർ ഉപയോഗിച്ചിരിക്കുന്ന റൈറ്റിംഗ് ടെക്നിക്ക്. പ്രത്യേകിച്ച് ബാങ്ക് എക്സാംസിനൊക്കെ എന്തുണ്ട്, ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ചോദ്യങ്ങളുണ്ട്, അല്ലെ? അവിടെ നമ്മൾ കവർ ലെറ്റർ തയ്യാറാക്കേണ്ടി വരും, എസ്സേ എഴുതേണ്ടി വരും. യെസ്, അപ്പൊ അതിനൊക്കെ ഇത് സഹായകമാകും. അതുപോലെ തന്നെ കണക്ടേഴ്സ്. ഒരു കാര്യത്തിൽ നിന്ന് മറ്റൊരു പുതിയ കാര്യം ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഏത് കണക്ടറാണ് ഉപയോഗിച്ചത്, അതായത് ആ പാസേജിൽ നിന്ന് തെറ്റിപ്പോകാതെ തന്നെ പുതിയൊരു കാര്യം ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ എന്തൊക്കെ കണക്ടേഴ്സ്, ഒരുപാട് കണക്ടേഴ്സ്, നമുക്ക് കണക്ടേഴ്സിനെ പറ്റി സംസാരിക്കാം. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ വിലയിരുത്തേണ്ടത്. യെസ്, ഓക്കെ. അടുത്തത് ഏറ്റവും നല്ല സമയം കണ്ടെത്തുക എന്നുള്ളതാണ്. നമ്മൾ എപ്പോഴും പറയാറുണ്ട് രാവിലെ എന്ന് പറയുന്നത് ഒരു ദിവസത്തിന് ഏറ്റവും പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു സമയമാണ്. ഇപ്പൊ നമ്മൾ ഒരു സിമ്പിൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മുടെ ഫോണിൽ എന്തെങ്കിലും സോഫ്റ്റ്വെയർ ഗ്ലിച്ചസോ അല്ലെങ്കിൽ മൈന്യൂട്ട് ആയിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ റീസ്റ്റാർട്ട് ചെയ്താൽ, അല്ലെ റീബൂട്ട് ചെയ്താൽ ആ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമാകും, അല്ലെ? ചെറിയ ചെറിയ പ്രശ്നങ്ങളാണെങ്കിൽ പോയിക്കോളും. നമ്മളെ തന്നെ റീബൂട്ട് ചെയ്ത് നമ്മൾ ഏറ്റവും ആദ്യം ഒരു പ്രവർത്തനം ചെയ്യാൻ തുടങ്ങുന്ന ഒരു സമയമാണെന്ത്, മോർണിംഗ് എന്ന് പറയുന്നത്. അപ്പം ഏറ്റവും നല്ല എന്താണ്, അതിരാവിലെ എണീക്കുക. കുളിക്കുന്ന ശീലമുള്ളവര് കുളിയൊക്കെ കഴിഞ്ഞൊന്ന് ഫ്രഷായി, മൈൻഡും ബോഡിയും ഒക്കെ ഒന്ന് ഫ്രഷ് ആയിട്ട് ഒരു 30-40 മിനിറ്റ് എന്തിനു വേണ്ടി ചെലവഴിക്കുക, ഇംഗ്ലീഷ് പത്രം വായിക്കാൻ വേണ്ടി ചെലവഴിക്കുക. യെസ്, ഞാൻ പറഞ്ഞു ഹിന്ദു മോസ്റ്റ് റെക്കമെൻഡഡ്. അതിന്റെ റീസൺ ഞാൻ മുൻപ് പറഞ്ഞല്ലോ. ഓക്കെ, അപ്പൊ രാവിലെ പത്രം വായനയ്ക്ക് വേണ്ടി സമയം ചെലവഴിക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. അടുത്തത് സെക്ഷൻ വൈസ് റീഡിംഗ് സ്ട്രാറ്റജിയാണ്. ഇപ്പൊ എഡിറ്റോറിയൽ ഞാൻ പറഞ്ഞ ആദ്യമേ ജമ്പ് ചെയ്ത് എഡിറ്റോറിയലിലേക്ക് പോകരുത്. ഓക്കെ, നിങ്ങൾക്ക് പത്രം വായിച്ചു മുന്നേ നല്ല പരിചയം, അല്ലെങ്കിൽ ആ ഒരു ഭാഷാ ശൈലിയുമായിട്ട് നല്ല ഒരു പരിചയം ഉണ്ടെങ്കിൽ
അത്തരത്തിലുള്ള ആൾക്കാർ എഡിറ്റോറിയൽ വായിക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് നമുക്ക് സംസാരിക്കാം. എഡിറ്റോറിയൽ ആൻഡ് ഒപ്പീനിയൻ 100% ഫോക്കസ് കൊടുത്ത് നമ്മൾ വായിക്കേണ്ട ഒരു ഭാഗമാണ്. ആദ്യം എന്ത് ചെയ്യണമെന്നറിയോ? നിങ്ങൾ ആദ്യത്തെ പാരഗ്രാഫും അതുപോലെ തന്നെ ഏറ്റവും അവസാനത്തെ പാരഗ്രാഫ് പെട്ടെന്നൊന്ന് വായിച്ചു. എന്തിനു വേണ്ടിയിട്ടാ? ടു ഗെറ്റ് ദ മെയിൻ ഐഡിയ. എന്തിനെ പറ്റിയിട്ടാണ് എഡിറ്റോറിയൽ സംസാരിക്കുന്നത്? ഒരു ചരിത്ര വിഷയത്തെ കുറിച്ചാണോ, ശാസ്ത്ര സംബന്ധിയായ ഒരു വിഷയത്തെ കുറിച്ചാണോ, അല്ലെങ്കിൽ ഏതെങ്കിലും ആനുകാലികമായിട്ടല്ലേ കറന്റ് അഫയേഴ്സിനെ പറ്റിയിട്ടാണോ അത് സംസാരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. അപ്പൊ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടി. അപ്പം അത് മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് എൻറ്റയർ എഡിറ്റോറിയൽ പിന്നീട് വായിക്കുമ്പോൾ ഇനി ചില വാക്കുകളുടെ അർത്ഥം കിട്ടിയില്ല എങ്കിൽ കൂടിയും ആ ഒരു വിഷയവുമായിട്ട് കണക്ട് ചെയ്ത് നമുക്കത് പെട്ടെന്ന് മനസ്സിൽ അതിന്റെ അർത്ഥം കിട്ടും. ഓക്കെ. അതുപോലെ തന്നെ ട്രാൻസിഷൻ, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു കണക്ടേഴ്സ്, ട്രാൻസിഷൻ വേർഡ്സ് ഇല്ലേ, ഹൗഎവർ, മോറോവർ, ഇൻ കോൺട്രാസ്റ്റ്, ഇതൊക്കെ എന്തിനാ ഉപയോഗിക്കുന്നത്? ആദ്യം പറഞ്ഞ കാര്യത്തിൽ നിന്ന് വിഭിന്നമായിട്ടുള്ള ഒരു കാര്യം അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് എന്നാൽ ഡയറക്റ്റ് ബന്ധമില്ലാത്തൊരു കാര്യം അവതരിപ്പിക്കാനൊക്കെയാണ് ഈ പറഞ്ഞ കണക്ടേഴ്സ് അല്ലെങ്കിൽ ട്രാൻസിഷൻ വേർഡ്സ് യൂസ് ചെയ്യുക. അതെങ്ങനെയാണ് അവർ ആപ്റ്റ് ആയിട്ട് ഓരോ പാരഗ്രാഫിന്റെ ഇടയിലും പ്ലേസ് ചെയ്തിരിക്കുന്നതെന്ന് മനസ്സിലാക്കുക. അപ്പൊ അത് നാളെ നമ്മൾ എന്തെങ്കിലുമൊക്കെ എഴുതാൻ ഒരു പീസ് ഓഫ് റൈറ്റിംഗ് നമ്മൾ ശ്രമിക്കുമ്പോൾ ഈ പറഞ്ഞ കണക്ടേഴ്സ് നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യും, പ്രത്യേകിച്ച് ബാങ്ക് എക്സാമിനൊക്കെ. ഓക്കെ. അതുപോലെ തന്നെ ഒരു 5-6 ഹൈ ലെവൽ വേർഡ്സ് ഡെയിലി നിങ്ങൾക്ക് കിട്ടും. ഷുവർ ആയിട്ട് നിങ്ങൾക്ക് എഡിറ്റോറിയൽ വായിക്കുമ്പോൾ അത്തരത്തിലുള്ള വാക്കുകൾ കിട്ടും. അപ്പൊ അത് രേഖപ്പെടുത്തി അതിന്റെ മീനിങ്ങും ഒപ്പം സിനോണിംസ്, നമ്മൾ സിനോണിംസും കൂടി പഠിക്കണേ. ഇതെല്ലാം കഴിഞ്ഞ് നിങ്ങൾ എഡിറ്റോറിയൽ വായിച്ചു, അതിലെ വാക്കുകൾ അടയാളപ്പെടുത്തി എല്ലാ കാര്യങ്ങളും ചെയ്താൽ അവസാനം എന്ത് ചെയ്യണം എന്നറിയോ? നമ്മുടേതായിട്ടുള്ള ഭാഷയിൽ, അതായത് നമുക്കറിയാവുന്ന ഒരു ഇംഗ്ലീഷില്ലേ, തെറ്റിക്കോട്ടെ, ഒരു കുഴപ്പമില്ല. ഇതിപ്പോ നാളെ നിങ്ങൾ എവിടെയും സബ്മിറ്റ് ചെയ്യാൻ പോകുന്നുണ്ടോ? ഇല്ല. നാളെ അത് എവിടെയെങ്കിലും അവതരിപ്പിച്ച് ഡിഫെൻഡ് ചെയ്യണോ? വേണ്ട. തെറ്റിക്കോട്ടെ, നിങ്ങളുടേതായിട്ടുള്ള നമ്മുടേതായിട്ടുള്ള ഒരു 8 ലൈനിൽ എന്താണ് ഞാൻ വായിച്ചതെന്നുള്ളത് ഒന്ന് സമ്മറൈസ് ചെയ്ത് എഴുതുക. അങ്ങനെ എഴുതുമ്പോ നമ്മൾ ഈ പഠിച്ച ഈ 5-6 വാക്കില്ലേ, അതുകൂടി ഒന്ന് ഉൾപ്പെടുത്തി നോക്കിക്കേ. അടിപൊളിയായിട്ട് സുന്ദരമായിട്ട് നിങ്ങൾ എഴുതുക മാത്രമല്ല, ഈ വാക്കുകൾ കൂടി പഠിക്കും. ഇംഗ്ലീഷ് സ്കൈ റോക്കറ്റ് ചെയ്യും നമ്മുടെ. ഓക്കെ. ഇതുപോലെ റീഡിംഗ് കോംപ്രഹെൻഷൻ, ഈ ബാങ്ക് എക്സാംസിലെ ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ്, ഇതൊക്കെ ചെയ്യാൻ വളരെയേറെ നമ്മളെ സഹായിക്കും. നിങ്ങൾക്ക് നീന്തൽ അറിയാം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് നീന്തൽ അറിയാം, പക്ഷെ വർഷങ്ങളായിട്ട് നിങ്ങളൊരു ജലാശയം അല്ലെങ്കിൽ അതുപോലെ ഒരു ജലസ്രോതസ്സിൽ നിങ്ങൾ ഇറങ്ങിയിട്ടില്ല എങ്കിൽ നിങ്ങളെ പിടിച്ചൊരു വെള്ളത്തിലിട്ടാൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ ആദ്യം കുറെ കിടന്ന് വെള്ളം കുടിക്കും. നിങ്ങൾ നീന്തി കയറുമായിരിക്കും, പക്ഷെ ഇച്ചിരി വെള്ളം കുടിച്ച് ബുദ്ധിമുട്ടും, അല്ലേ? ശരിയല്ലേ? പക്ഷെ എല്ലാ ദിവസവും നീന്തലിന് പോകുന്ന ഒരു വ്യക്തിനെ പിടിച്ച് നിങ്ങൾ അങ്ങോട്ട് എറിഞ്ഞു പോയിക്കേ, അവൻ സുന്ദരമായിട്ട് കയറിപ്പോകും, അല്ലേ? കാരണം എന്താ? അവൻ എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഓക്കെ. അതുപോലെ തന്നെയാണ് ഇതും. ട്രീറ്റ് ദിസ് സെക്ഷൻ ആൻഡ് RC പാസേജ്, അതായത് റീഡിംഗ് കോംപ്രഹെൻഷൻ പാസേജ്, തിങ്ക് ലൈക്ക് എ ക്വസ്റ്റ്യൻ സെറ്റർ. അപ്പൊ നിങ്ങൾ ഈ എഡിറ്റോറിയൽ ഒക്കെ വായിച്ച് അതിന്റെ അർത്ഥം സംഗ്രഹിച്ചു. ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളെ തന്നെ ഒരു ക്വസ്റ്റ്യൻ സെറ്റർ, ഞാനാണ് അല്ലെ SSCക്ക് അല്ലെ ബാങ്ക് എക്സാമിന് ചോദ്യം ഇടുന്നത്. എന്തെല്ലാം തരത്തിലുള്ള ചോദ്യങ്ങൾ റീഡിംഗ് കോംപ്രഹെൻഷനുമായിട്ട് ബന്ധപ്പെട്ട് ഞാനാണ് ക്വസ്റ്റ്യൻ ഇടുന്നതെങ്കിൽ ഞാൻ ചെയ്തിരിക്കും. അങ്ങനെ ചിന്തിച്ചു നോക്കി എന്തെല്ലാം ക്വസ്റ്റ്യൻസിന് സാധ്യതയുണ്ട്. ആ ക്വസ്റ്റ്യൻ കണ്ടെത്തുക, സ്വന്തമായിട്ട് ആൻസർ പറയാൻ ശ്രമിക്കുക. വളരെ രസകരമായിട്ടുള്ള എന്നാൽ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ. പിന്നെ ഫ്രണ്ട് പേജിലേക്കൊക്കെ വരുമ്പോൾ ജസ്റ്റ് സ്കാൻ ദ ഹെഡ്ലൈൻസ് മുഴുവൻ ഒന്ന് സ്കാൻ ചെയ്യുക. അതുപോലെ തന്നെ റീഡ് ഓൺലി 1 ന്യൂസ് റിപ്പോർട്ട് ദാറ്റ് യു ഫൗണ്ട് ഇമ്പോർട്ടന്റ് ഫ്രം സ്റ്റാർട്ട് ടു ഫിനിഷ്. ഐഡന്റിഫൈ ദ പാർട്സ് ഓഫ് സ്പീച്ച്. അതായത് ഫ്രണ്ട് പേജിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ന്യൂസ് റിപ്പോർട്ട് തിരഞ്ഞെടുക്കുക. അത് ഏറ്റവും ആദ്യത്തിലുള്ള അവസാനം വരെ തച്ചിരുന്ന് നിങ്ങൾ വായിക്കുക. വായിച്ച ശേഷം അതിലെ പാർട്സ് ഓഫ് സ്പീച്ച് കൃത്യമായിട്ട് ഐഡന്റിഫൈ. ഏതൊക്കെയാ പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് പറഞ്ഞാൽ? നൗണ്, പ്രോനൗൺ, അഡ്ജക്റ്റീവ്, പ്രിപ്പോസിഷൻ, കൺജങ്ഷൻ, വേർബ്, ആഡ്വർബ്, അല്ലെ? ഇതിനെയാണ് എന്ത് പറയുന്നത്? പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് പറയും. ഒരു പാസേജ് വായിക്കുക, അതിലെ പാർട്സ് ഓഫ് സ്പീച്ച് അടയാളപ്പെടുത്തുക. നിങ്ങളെ ഞാൻ സഹായിക്കാം കേട്ടോ. ഓക്കെ.
അതുപോലെ തന്നെ ഏതെങ്കിലും പുതിയ ജഡ്ജ്മെന്റോ അല്ലെങ്കിൽ ഏതെങ്കിലും അമെൻമെന്റോ റിഫോമോ ഏതെങ്കിലും പ്രധാനമന്ത്രിയുടെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഗവൺമെന്റിന്റെ സ്കീംസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് അടയാളപ്പെടുത്തുക. അതെന്തിനാണ്? മറ്റു കാര്യങ്ങളിലും കൂടി നമ്മൾ തയ്യാറായിരിക്കണ്ടേ, അതിനു വേണ്ടിയാണ്. ഫോർ ഇംഗ്ലീഷ് ഒബ്സർവ് ഹൗ ഹെഡ്ലൈൻസ് കംപ്രസ് ഐഡിയാസ് ഇൻ ടു 6-8 വേർഡ്സ്. എങ്ങനെ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഐഡിയകളെ കേവലം ഒരു 6-8 വാക്കുകളിൽ ആ തലക്കെട്ടുകൾ എങ്ങനെ സംഗ്രഹിക്കുന്നു എന്ന് കൂടി ഒന്ന് നോക്കുക. ഓക്കെ, അപ്പൊ അതിനകത്ത് അതിന്റെ അത് ഫോളോ ചെയ്യുന്ന ഒരു സ്റ്റൈൽ ഉണ്ട്, അതിലെ ഒരു ഗ്രാമറും വാക്കുകൾ ഉപയോഗിച്ചിരിക്കുന്ന ഒരു രീതിയും ഉണ്ട്, അത് മനസ്സിലാക്കുക കൃത്യമായിട്ട്. ഓക്കെ, യെസ്. ഇനി ഞാൻ പറഞ്ഞു പാർട്സ് ഓഫ് സ്പീച്ച് അടയാളപ്പെടുത്തണം എന്ന് പറഞ്ഞല്ലേ. ഓക്കെ, എങ്ങനെ പാർട്സ് ഓഫ് സ്പീച്ച് അടയാളപ്പെടുത്താം? ഞാൻ നിങ്ങളെ ഒന്ന് ഹെൽപ്പ് ചെയ്യാം. വളരെ വേഗത്തിൽ ഞാൻ എഴുതി പോവേ, നിങ്ങൾക്കത് കൃത്യമായിട്ട് കണ്ടില്ല എങ്കിൽ നിങ്ങൾ പോസ് ചെയ്തിട്ട് നോക്കിയാൽ മതി. യെസ്, ഇത് റെയിൻ ഡിസ്റപ്റ്റ്സ് സിറ്റി ലൈഫ് ഇൻ കൊച്ചി. കൊച്ചിയിലെ നഗര ജീവിതത്തെ എന്താണ്, മഴ ഡിസ്റപ്റ്റ് ചെയ്യുന്നതാണ് അല്ലെ. ഡിസ്റപ്റ്റ് ചെയ്യുന്ന പറഞ്ഞാൽ തടസ്സം സൃഷ്ടിക്കുക, ബുദ്ധിമുട്ടാക്കുക എന്നൊക്കെയാണ് ഡിസ്റപ്റ്റ്. ഇതിലെ പാർട്സ് ഓഫ് സ്പീച്ച് ഞാൻ അടയാളപ്പെടുത്താൻ പോവാണ്. റെയിൻ എന്ന് പറഞ്ഞത് നമുക്കറിയാം ഒരു നൗണാണ്. നൗണിന് ഞാൻ എന്ന് കൊടുക്കാം. എന്ന് ഒരു നൗണാണ്, ഈ സെന്റൻസിന്റെ സബ്ജക്റ്റ് ആണ് അല്ലെ. ഡിസ്റപ്റ്റ് എന്ന് പറഞ്ഞ ഒരു വെർബാണ്. അതേതാ? വെർബിന്റെ V1 ഫോം അല്ലേ, V1 ഫോം. പിന്നെ സിറ്റി ലൈഫ് എന്ന് കൊടുത്തിട്ടുണ്ട്. അതില് സിറ്റി എന്ന് പറയുന്നത് ഒരു ആട്രിബ്യൂട്ടീവ് നൗൺ ആണ്. ആട്രിബ്യൂട്ടീവ് നൗൺ. ഈ ലൈഫ് എന്ന് പറയുന്നത് ഒരു സാധാരണ നൗൺ ആണ്. എന്താണ് ആട്രിബ്യൂട്ടീവ് നൗൺ എന്ന് പറഞ്ഞാൽ? ഒരു നൗണ് തന്നെ മറ്റൊരു നൗണിനെ വിശേഷിപ്പിക്കുമ്പോഴാണ് ആട്രിബ്യൂട്ടീവ് നൗൺ എന്ന് പറയാം. ഇന്നെന്ന് പറഞ്ഞ ഒരു പ്രിപ്പോസിഷൻ ആണ്. കൊച്ചി എന്ന് പറഞ്ഞാൽ വീണ്ടും ഒരു നൗൺ ആണ്. ഇതിനെ ടുഗദർ നമുക്ക് ഇതിനെ ഒരു ആഡ്വർബൽ ഫ്രേസ് എന്ന് പറയാം. ഓക്കെ, ഹെവി. ഹെവി എന്നുള്ളത് ഒരു അഡ്ജക്റ്റീവ് ആണ്. ഏതിനെ വിശേഷിപ്പിക്കുന്നു? റെയിൻ എന്ന് പറഞ്ഞ നൗണിനെ വിശേഷിപ്പിക്കുന്നു. ലാഷ്ഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്, ഒരു വെർബ് ആണ്. അതിന്റെ V2 ഫോം ആണ് കേട്ടോ. വെർബിന്റെ V2 ഫോം ആണ്. സെവറൽ അഡ്ജക്റ്റീവ് ആണ്. പാർട്സ് നൗൺ ആണ്. ഓഫ് എന്നുള്ളത് ഒരു പ്രിപ്പോസിഷൻ ആണ്. കൊച്ചി വീണ്ടും നൗൺ ആണ്. ഏത് നൗണാ? പ്രോപ്പർ നൗൺ എന്ന് പറയും കേട്ടോ. പ്രോപ്പർ നൗൺ അത് ആൾക്കാരുടെ, വസ്തുക്കളുടെയും സ്ഥലങ്ങളുടെയും കമ്പനികളുടെ ഒക്കെ സ്പെസിഫിക് പേരുകളെയാണ് പ്രോപ്പർ നൗൺ എന്ന് പറയാം. ഓൺ എന്ന് പറഞ്ഞാൽ വീണ്ടും പ്രിപ്പോസിഷൻ ആണ്. മൺഡേ എന്ന് പറഞ്ഞാൽ നൗൺ ആണ്. അതായത് ദിവസങ്ങളുടെ മുന്നേ ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷൻ എപ്പോഴും ഓൺ ആണ് കേട്ടോ. ഓൺ മൺഡേ, ഓൺ ഫ്രൈഡേ, ഓൺ സാറ്റർഡേ അങ്ങനെ പറയത്തുള്ളൂ. ഓക്കെ, യെസ്. അപ്പം ശക്തമായ മഴ, യെസ്, ബ്രിങ്ങിങ് ട്രാഫിക് ടു എ സ്റ്റാൻഡ് സ്റ്റിൽ എന്ന് കൊടുത്തിട്ടുണ്ട്. ഇതൊരു പാർട്ടിസിപ്പിയൽ, ഇതെന്താണ്? ഇതൊരു പാർട്ടിസിപ്പിയൽ ഫ്രേസ് ആണ്. ആരെ വിശേഷിപ്പിക്കുന്നു? ഈ മെയിൻ ക്ലോസിനെ വിശേഷിപ്പിക്കുന്നു. ഇതാണ് മെയിൻ ക്ലോസ്. ഈ മെയിൻ ക്ലോസിനെ വിശേഷിപ്പിക്കുന്ന ഒരു പാർട്ടിസിപ്പിൾ ഫ്രേസ് ആണ് ബ്രിങ്ങിങ് ട്രാഫിക് ടു എ സ്റ്റാൻഡ് സ്റ്റിൽ എന്ന് പറയുന്നത്. മഴ കൊച്ചിയിലെ തിങ്കളാഴ്ച ദിവസം ട്രാഫിക്കിനെ പോലും, ഗതാഗതത്തെ പോലും സ്തംഭിപ്പിച്ചുകൊണ്ട് മഴ കൊച്ചിയുടെ പല പ്രദേശങ്ങളെ ആക്രമിച്ചു എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. യെസ്, ലാസ്റ്റ്. ഓക്കെ, ബ്രിങ്ങിങ് ട്രാഫിക് ടു എ സ്റ്റാൻഡിൽ. ട്രാഫിക് എന്നുള്ളത് നൗൺ ആണ്. ഈ ബ്രിങ്ങിങ് ടു എന്നുള്ളത് പ്രിപ്പോസിഷൻ ആണ്. എ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ ആണ്. സ്റ്റാൻഡ് സ്റ്റിൽ എന്ന് പറയുന്നത് നൗൺ ആണ് കേട്ടോ. യെസ്, സ്റ്റാൻഡ് സ്റ്റിൽ. യെസ്, കമ്മ്യൂട്ടേഴ്സ് എന്ന് പറഞ്ഞ യാത്രക്കാര് ഈ സെന്റൻസിന്റെ സബ്ജക്റ്റ് ആണ്, നൗൺ ആണ്. യെസ്, സ്ട്രഗിൾഡ് V2 വെർബിന്റെ. ടു റീച്ച് എന്നുള്ളത് ഒരു ഇൻഫിനിറ്റീവ് ആണ്. ഇൻഫിനിറ്റീവിന്റെ ഉപയോഗങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. ദയർ എന്ന് പറയുന്നത് ഒരു പൊസസീവ് അഡ്ജക്റ്റീവ് ആണ്. ഡെസ്റ്റിനേഷൻസ് നൗണ്. ഓൺ ടൈം എന്നുള്ളത് ഒരു പ്രിപ്പോസിഷണൽ ഫ്രേസ് ആണ്. ആസ് എന്നുള്ളത് ഒരു കൺജങ്ഷൻ ആണ്. ആസ് ഒരു കൺജങ്ഷൻ ആണ്. വാട്ടർ ലോഗ്ഡ് എന്ന് പറഞ്ഞാല് വെള്ളം കെട്ടി നിൽക്കുന്നതാണ്. അത് അഡ്ജക്റ്റീവ് ആണ്. ഏതിനെ വിശേഷിപ്പിക്കുന്നു? റോഡ്സ് എന്ന നൗണിനെ വിശേഷിപ്പിക്കുന്നു. യെസ്, കോസ്ഡ് എന്നാണിത്. കോസ്ഡ് കേട്ടോ, നിങ്ങൾക്ക് അത് കാണാൻ പറ്റുന്നുണ്ടാവില്ല. കോസ്ഡ് എന്നുള്ളത് ഒരു വെർബാണ്. ലോങ് എന്ന് പറയുന്ന അഡ്ജക്റ്റീവ് ആണ്. ഡിലേസ് നൗണ്. ഓക്കെ, ദ സിവിക് അതോറിറ്റീസ്. ദ എന്ന് പറയുന്നത് ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആണ്. സിവിക് എന്ന് പറയുന്ന അഡ്ജക്റ്റീവ് അതോറിറ്റീസ് എന്ന നൗണിനെ വിശേഷിപ്പിക്കുന്നു.
ക്വിക്ലി എന്നുള്ളത് ഒരു ആഡ്വർബ് ആണ്. ഏതിനെ വിശേഷിപ്പിക്കുന്നു? ഡിപ്ലോയിഡ് എന്ന ക്രിയയെ വിശേഷിപ്പിക്കുന്നു. വെർബാണ് കേട്ടോ. വർക്കേഴ്സ് നൗൺ ആണ്. ഈ ഡിപ്ലോയിഡ് എന്ന വെർബിന്റെ ഒബ്ജക്റ്റുമാണ്. ടു ക്ലിയർ എന്നത് ഇൻഫിനിറ്റീവ്. ഇൻഫിനിറ്റീവ്. ബ്ലോക്ക്ഡ് എന്നുള്ളത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ്. ഇവിടെ ഇത് അഡ്ജക്റ്റീവ് ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഡ്രെയിൻസ് നൗണ്. ഹൗ എവർ എന്നുള്ളത് ഒരു കണക്ടർ ആണ്. കണക്ടർ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു അഡ്ജക്റ്റീവ് ആണ്. അതുപോലെ തന്നെ എന്താണ്? കണക്ടർ ആണ്. യെസ്. ദ സിറ്റുവേഷൻ റിമൈൻഡ്. റിമൈൻഡ് എന്നുള്ളത് ഒരു ലിങ്കിങ് വെർബാണ്. ലിങ്കിങ് വെർബ്. ഓക്കെ. സിറ്റുവേഷൻസ് നൗൺ ആണ് കേട്ടോ. നൗൺ. ഇത് ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആണ്. ചലഞ്ചിങ് റിമൈൻഡ്. ചലഞ്ചിങ് ത്രൂ ഔട്ട് ദ ഈവന്റ്. ഇതും പ്രസന്റ് പാർട്ടിസിപ്പിൾ ആണ്. പി പി എന്ന് കൊടുക്കാം. പ്രസന്റ് പാർട്ടിസിപ്പിൾ അല്ല. യെസ്. റിമൈൻഡ് ഇത് അഡ്ജക്റ്റീവ് ആണ് കേട്ടോ. യെസ്. അത് ഇങ്ങോട്ടേക്ക് ഇവിടെ വരാത്തോണ്ട് ഇവിടെ പെട്ടെന്ന് വന്നുകൊണ്ട് ഒരു കൺഫ്യൂഷൻ വന്നു പോയത്. ഇതെന്താണ്? ചലഞ്ചിങ് എന്ന് പറഞ്ഞ അഡ്ജക്റ്റീവ് ആണ്. ത്രൂ ഔട്ട് എന്നുള്ളത് ഒരു പ്രിപ്പോസിഷൻ ആണ്. ദ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ. ഈവനിങ് നൗണ്. ഓക്കെ. റെസിഡൻസ് സെഡ്. റെസിഡൻസ് നൗൺ ആണ്. സെഡ് വെർബാണ്. ദ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആണ്. ഡി എ എന്ന് കൊടുക്കാം. ഡ്രെയിനേജ് സിസ്റ്റം ഇത് ആട്രിബ്യൂട്ടീവ് നൗൺ ആണ്. എ എൻ എന്ന് കൊടുക്കാം. സിസ്റ്റം നൗൺ ആണ്. വാസ് പുവർലി ഓക്സിലറി വെർബ്. പുവർലി മെയിൻറ്റെയിൻഡ്. മെയിൻറ്റെയിൻഡ് എന്നുള്ളത് ഒരു പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ്. അഡ്ജക്റ്റീവ് ആയിട്ട് പ്രവർത്തിക്കുന്നു. വി ഫേസ് ദിസ് പ്രോബ്ലം എവറി ഇയർ. വി എന്ന് പറഞ്ഞൊരു പ്രോനൗൺ ആണ്. ഫേസ് V1. ദിസ് എന്ന് പറയുന്നത് പൊസസീവ് അഡ്ജക്റ്റീവ് ആണ്. സോറി, പൊസസീവ് അഡ്ജക്റ്റീവ് അല്ല, സാധാരണ അഡ്ജക്റ്റീവ് ആണ്. ഡിറ്റർമിനർ എന്ന് വിളിക്കും. യെസ്. ഡിറ്റർമിനർ എന്ന് വിളിക്കും. പ്രോബ്ലം നൗൺ ആണ്. യെസ്. എവരി എന്നുള്ളതും ഒരു ഡിറ്റർമിനർ ആണ്, അല്ലെങ്കിൽ ഒരു അഡ്ജക്റ്റീവ് ആണ്. ഇയർ നൗൺ ആണ്. സെഡ് വെർബ്. എ ഫ്രസ്ട്രേറ്റഡ് എന്ന് പറഞ്ഞാൽ അഡ്ജക്റ്റീവ് ആണ്. ഷോപ്പ് കീപ്പർ നൗണ്. ഇവിടെ നോക്കി, ഒറ്റൊരു പാസേജിന് എന്തെല്ലാമായിട്ടാണ് ഞാൻ തരംതിരിച്ചതെന്ന്. ഇതെങ്ങനെയാ ഞാൻ പഠിച്ചത്? ഞാൻ മലയാളം മീഡിയത്തിൽ പഠിച്ച ഒരാളാണ്. 1 തൊട്ട് 10 വരെ ഞാൻ പക്കാ മലയാളം മീഡിയംകാരനായിരുന്നു. എങ്ങനെയാണ് എനിക്കിത് സാധിച്ചത്? പ്രാക്ടീസിലൂടെയാണ്. ഞാൻ നിങ്ങളെ സുഖിപ്പിക്കാൻ വേണ്ടി കള്ളം പറയുന്നതല്ല. പ്രാക്ടീസിലൂടെയാണ് എനിക്കിത് സാധ്യമായത്. എനിക്ക് സാധ്യമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധ്യമാണ് എന്ന് മനസ്സിലാക്കുക. യെസ്. യെസ്. ഇനി അടുത്താണ് ബിസിനസ് ആൻഡ് എക്കോണമി സെക്ഷൻ എന്ന് പറയുന്നത് അല്ലേ. അതിനകത്ത് ഏതൊക്കെ വരുന്നത്? കാര്യമായിട്ട് നമ്മൾ ബാങ്ക് എക്സാമിനൊക്കെ പഠിക്കുന്നവരാണെങ്കിൽ, അല്ലെ മറ്റ് എക്സാമുകളാണെങ്കിലും എന്ത് വേണം? ബേസിക് ആയിട്ടുള്ള കാര്യം. RBI ന്യൂസ് നോക്കുക, ഇൻഫ്ലേഷൻ, GDP റേറ്റ്, ബാങ്കിങ് റിഫോംസ് എന്തെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ ബഡ്ജറ്റുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യമുണ്ടോ, ഈ പറഞ്ഞ ഏതെങ്കിലും പദ്ധതികളുണ്ടോ, അതേപോലെ തന്നെ ഫോക്കസ് ഓൺ ടെർമിനോളജി. ചില സാമ്പത്തിക ശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ട ചില പദപ്രയോഗങ്ങളുണ്ട്. ഉദാഹരണം എൽപോ റേറ്റ്, NPA, ഫിസിക്കൽ ഡെഫിസിറ്റ്. അപ്പം ഇതൊക്കെ നമ്മൾ എക്കണോമിക്സ് പഠിക്കുന്നവർക്കും ആവശ്യമാണ്. ഇതൊക്കെ മനസ്സിലാക്കി പത്രം വായിക്കുമ്പോഴാണ് അത് വളരെ സമഗ്രമായി മാറുന്നതെന്ന് മനസ്സിലാക്കുക. അപ്പം ബാങ്കിനൊക്കെ പഠിക്കുന്നവർ എന്ത് ചെയ്യണം? എല്ലാ ദിവസവും ഒരു ബാങ്കിങ് ടേം ഈ ഒരു സെക്ഷനിൽ നിന്ന് കണ്ടെത്തി അതിന്റെ അർത്ഥം അറിയില്ലെങ്കിൽ മനസ്സിലാക്കുക കേട്ടോ. ഓക്കെ. അതങ്ങനെ ഒരു ശീലമായിട്ട്, ഇതൊക്കെ ഒരു ശീലത്തിന്റെ ഭാഗമായിട്ട് തന്നെ കരുതുക. യെസ്. ഇനി കുറച്ച് ജനറൽ ടിപ്പുകളാണ്. ടോക്ക് ടു യുവർ സെൽഫ്. നിങ്ങളോട് തന്നെ സംസാരിക്കുക. നമ്മുടെ മാതൃഭാഷയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയോ? നമ്മൾ എന്ത് ഭാഷ പഠിച്ചാലും നമ്മൾ ചിന്തിക്കുന്നത് മലയാളത്തിലാണ്, അല്ലെ മാതൃഭാഷയിലാണ്, അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇനി മുതൽ ഇംഗ്ലീഷിൽ ചിന്തിക്കാൻ പഠിക്കണം. അതോടൊപ്പം തന്നെ നിങ്ങളോട് തന്നെ സംസാരിക്കുക. കഴിഞ്ഞ ദിവസം ഒരു പഠനം ഞാൻ വായിക്കുകയുണ്ടായി. സ്വന്തമായിട്ട്, അതായത് നമ്മളോട് തന്നെ സംസാരിക്കുന്ന ആൾക്കാരില്ലേ, അതായത് നമ്മളോട് തന്നെ അങ്ങനെ ഒരു പ്രകൃതമുള്ള ആൾക്കാര് എപ്പോഴും വളരെ ഇന്റലിജന്റ് ആയിരിക്കും എന്ന് ആ പഠനത്തിൽ പറയുന്നത്. ഓക്കെ. അതേപോലെ തന്നെ പ്രാക്ടീസ് ഫോമിങ് സെന്റൻസസ് ഇൻ യുവർ ഹെഡ് ഇൻ ഇംഗ്ലീഷ്. നെറേറ്റ് യുവർ ഡെയിലി റുട്ടീൻ. അപ്പൊ നിങ്ങൾ ഇപ്പം ഏതെങ്കിലും ഒരു കാര്യം, അതിപ്പോൾ ഒരു ന്യൂസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ കേട്ട ഏതെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം, അത് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ നിങ്ങളോട് തന്നെ നിങ്ങളൊന്ന് നെറേറ്റ് ചെയ്യാൻ ശ്രമിക്കും. ഇനി നിങ്ങൾക്ക് അങ്ങനെ ഒരു വിഷയം കിട്ടിയില്ല എന്ന് വിചാരിക്കുക. നിങ്ങൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എന്തെല്ലാം ചെയ്തു, നിങ്ങൾ ഡെയിലി റുട്ടീൻ്റെ ഭാഗമായിട്ട്, അല്ലെ നിങ്ങൾ എന്തെല്ലാം ചെയ്തു, എന്തെല്ലാം അനുഭവിച്ചു, ആരെയെല്ലാം കണ്ടു, എന്തെല്ലാം കാര്യങ്ങൾ പുതിയതായിട്ട് പഠിച്ചു, ഇതൊക്കെ ഒന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞു നോക്കിയേ. കിടക്കാൻ പോകുന്നതിന് ഒരു 10 മിനിറ്റ് കിടക്കയിലൊന്ന് ഇരിക്കുക, മനസ്സ് ശാന്തമാക്കുക,
യെസ്, പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം തന്നെ ഇംഗ്ലീഷിൽ നിങ്ങളുടെ റുട്ടീൻ ഒന്ന് ഇരിക്കുക. ഇത് നിങ്ങളുടെ ഫ്ലുവൻസി വർദ്ധിപ്പിക്കും, ഗ്രാമറിലുള്ള നിങ്ങളുടെ അവബോധം വർദ്ധിപ്പിക്കും, അതുപോലെ തന്നെ കോൺഫിഡൻസ് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് വേണോ ഇത് വേണോ എന്നൊക്കെ ഓർത്ത് നമ്മളിങ്ങനെ ബുദ്ധിമുട്ടിയിരിക്കാറില്ലേ? എന്തുകൊണ്ടാണ്? കോൺഫിഡൻസ് ഇല്ലാത്തതുകൊണ്ട്. ആ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാനുള്ള ഏറ്റവും നല്ല ടെക്നിക്കാണ് സ്വന്തമായിട്ട് ഇംഗ്ലീഷിൽ നിങ്ങളോട് തന്നെ സംസാരിക്കുക എന്നുള്ളത്. ഒച്ചത്തിൽ സംസാരിക്കേണ്ട, ഇല്ല ആരെങ്കിലും ഒക്കെ നമ്മളെ പിടിച്ചുകൊണ്ട് ഏതെങ്കിലും ആശുപത്രി കൊണ്ടുപോയിടണം കേട്ടോ. ഓക്കെ, വെറുതെ പറഞ്ഞാണ്. യെസ്, നിങ്ങളുടെ കൺവീനിയൻസ് പോലെ അത് നിങ്ങൾ പാകപ്പെടുത്തുക. യെസ്, അതുപോലെ തന്നെ എപ്പോഴും ഞാൻ സ്റ്റുഡൻസിനോട് ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ സ്വന്തമായിട്ടൊരു വൊക്കാബുലറി നോട്ട് കരുതുക. ഒരു ഡയറിയോ അല്ലെങ്കിൽ അതുപോലെ ഒരു പുസ്തകം, ചെറുതായാൽ അത്രയും നല്ലത്. നിങ്ങൾ വെറുതെ ഇരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് യാത്ര പോകുന്ന ആൾക്കാരാണെങ്കിൽ ഈ ബുക്ക് കരുതുക. ഈ ബുക്കിൽ എല്ലാ ദിവസവും ഒരു 10 വേർഡ്സ് വെച്ച് എഴുതുക, റീവൈസ് ചെയ്യുക. വീണ്ടും അടുത്ത ദിവസം വരുന്നു, 10 വേർഡ്സ് ആഡ് ചെയ്യുന്നു, ഈ 2 ദിവസങ്ങളുടെ വേർഡ്സ് വീണ്ടും റീവൈസ് ചെയ്യുന്നു. അപ്പൊ അതിന്റെ റൂട്ട്, അങ്ങനെ ഒരു വേർഡ് എഴുതുമ്പോൾ അതിലെ റൂട്ട് വേർഡ് എഴുതുക, അതിന്റെ മീനിങ് എഴുതുക, യൂസേജ് എഴുതുക, പിന്നെ സിനോണിംസ്. ഇത്രയും കാര്യങ്ങൾ എഴുതിയ ഒരു ബുക്ക്. അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മറിച്ച് നോക്കുക. നമ്മൾ സമയം കിട്ടുമ്പോൾ ഉടനെ എന്നാ പിന്നെ ഫോൺ എടുത്ത് ഇങ്ങനെ റീല്, മറ്റേ അവൻ റീൽ അയച്ചിട്ടുണ്ട്, അപ്പുറത്തെ വാട്സപ്പ് ഗ്രൂപ്പിൽ എന്തോ മെസ്സേജ് വന്നിട്ടുണ്ട്, ഫ്രീ ഫയറിന്റെ എന്തോ ഒരു പുതിയ അപ്ഡേറ്റ് വന്നു അങ്ങനെയല്ല. ഫോണ് നോക്കാൻ ഉപയോഗിക്കരുതേ. നിങ്ങളിത് ഈ ഒരു വൊക്കാബുലറി അല്ലെങ്കിൽ ചെറിയ ചെറിയ ഫ്ലാഷ് കാർഡ്സ് ഇല്ലേ, അത്തരത്തിലുള്ള ഫ്ലാഷ് കാർഡ്സ് സ്വന്തമായിട്ട് ഉണ്ടാക്കി ഒരു ചാർട്ട് വെട്ടിയെടുത്ത് ഇച്ചിരി കുഞ്ഞു കുഞ്ഞു പേപ്പറുകളാക്കി അതിനകത്ത് വൊക്കാബുലറി അല്ലെ സിനോണിംസ് ഒക്കെ എഴുതിയിട്ട് വീടിന്റെ ചുമരിൽ വെക്കുക. ചുമര് വൃത്തികേടാവുന്നൊന്നും ആരും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ജോലി കിട്ടിയാൽ ചുമരിൽ ഇപ്പൊ എന്ത് പെയിന്റ് വേണമെങ്കിലും അടിക്കാലോ, പ്രശ്നമുണ്ടോ? ഇല്ല. അത് പോട്ടെ, ചുമരിന്റെ കാര്യമൊന്നും ആരും ശ്രദ്ധിക്കേണ്ട. അപ്പൊ ഇതേപോലെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുക. ഓക്കെ, യെസ്. അതേപോലെ തന്നെ ഡെവലപ്പ് എ ഹാബിറ്റ് ഓഫ് റൈറ്റിംഗ് ഷോർട്ട് പാരഗ്രാഫ്സ്. ഞാൻ ചെയ്യുന്നൊരു കാര്യമുണ്ട്. ഞാൻ എപ്പോഴും ഇപ്പൊ യാത്രയൊക്കെ പോവാണെങ്കിൽ എൻ്റെ ബാഗിൽ ഒരു ചെറിയൊരു ഡയറി ഉണ്ടാവും, കുഞ്ഞൊരു ഡയറി, ഒരു പോക്കറ്റ് ഡയറി, ഒരു പേനയുണ്ടാവും. അപ്പൊ ഞാൻ ഇങ്ങനെ പോകും, പെട്ടെന്നായിരിക്കും എനിക്ക് എന്തെങ്കിലും ഒരു കാര്യം, ഒരു ആശയം എൻ്റെ മനസ്സിൽ വരുന്നത്. ഞാൻ ഉടനെ അത് കുറിച്ചിടും. കുറിച്ചിടുന്നതാണ് മറന്നു പോകാതിരിക്കാൻ വേണ്ടി. വീട്ടിലെത്തി സമയം കിട്ടുമ്പോൾ ഞാൻ ആ കുറിച്ചിട്ട ആ ഒരു ആശയത്തെ ഒരു ചെറുകഥയാക്കി മാറ്റും, അല്ലെങ്കിൽ ഒരു കവിതയാക്കി മാറ്റും. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുമെന്ന് അറിയോ? ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ പോസ്റ്റ് ചെയ്യും. ഞാൻ എൻ്റെ റുട്ടീനെ കുറിച്ച് പറഞ്ഞാണ്. നിങ്ങളത് മറ്റു രീതിയിൽ അതിനെ അഡാപ്റ്റ് ചെയ്യണം. ഓക്കെ, ഒരു ടോപ്പിക് എടുക്കുക, ബാങ്കിങ് ആയിക്കോട്ടെ, ബാങ്കിന് പ്രിപ്പയർ ചെയ്യുന്നവർ ബാങ്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട, അല്ല കറണ്ട് അഫയേഴ്സ്, അല്ലെ നിങ്ങളുടെ ഏതെങ്കിലും ഒരു വിഷയത്തെ കുറിച്ച് നിങ്ങളുടെ തന്നെ ഒരു അഭിപ്രായം, അതിനെപ്പറ്റി ഒരു കുഞ്ഞൊരു പാരഗ്രാഫ് എഴുതുക. ആദ്യമേ വലിയ ഒരു 2-3 പേപ്പർ നീളമുള്ള എസ്സേ എഴുതണം എന്നൊന്നും ഞാൻ പറയുന്നില്ല. കുഞ്ഞതായിട്ടൊരു പാരഗ്രാഫ് എഴുതിയാൽ മതി. യെസ്, അതുപോലെ തന്നെ ഈ നമ്മൾ എഴുതുന്ന പാരഗ്രാഫിൽ ഇതുപോലുള്ള കണക്ടേഴ്സ് വേണം കേട്ടോ. കണക്ടേഴ്സ് നമ്മൾ പഠിച്ച വാക്കുകളും കണക്ടേഴ്സ് ഒക്കെ ഉപയോഗിക്കുന്ന രീതിയിലായിരിക്കണം അത് ചിട്ടപ്പെടുത്തേണ്ടത്. ഏറ്റവും അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളത്, ഇംഗ്ലീഷ് കണ്ടന്റ് കൂടുതലായിട്ട് കൺസ്യൂം ചെയ്യാം. നമ്മൾ എന്തെല്ലാം ചപ്പും ചവറൊക്കെ കാണുന്നുണ്ടല്ലേ ഇൻസ്റ്റാഗ്രാമിലും അവിടെ ഇവിടെ ഒക്കെ. അതിൻ്റെ ഇടയിൽ എന്ത് ചെയ്യണം? ഇന്റർവ്യൂസ് കാണണം, ഡിബേറ്റ്സ്. അർണബ് ഗോസ്വാമിയുടെ ഒക്കെ ഡിബേറ്റ് ഇരുന്ന് കാണണം. പുള്ളിയൊക്കെ എത്ര മനോഹരമായിട്ടാണ് റിപ്പബ്ലിക് ചാനലില് ഡിബേറ്റ് ഒക്കെ നടത്തുന്നത്. ഞാനൊരു ഉദാഹരണം പറഞ്ഞാണ്, ആരുടെയും ആവാം. ഓക്കെ, ന്യൂസ് അല്ല, BBC റിപ്പോർട്ട്, അല്ലെങ്കിൽ രാജ്യസഭ ഇലക്ഷൻ ഡിബേറ്റ്സ്, അതുപോലെ ഇംഗ്ലീഷ് ഡിബേറ്റ്സ്, പോഡ്കാസ്റ്റുകൾ, എത്രയോ പോഡ്കാസ്റ്റുകൾ ഉണ്ടെന്ന് അറിയുമോ, ഇംഗ്ലീഷിലുള്ള പോഡ്കാസ്റ്റുകൾ. അപ്പൊ അതിൽ നിന്ന് കൂടുതൽ വാക്കുകൾ പഠിക്കാൻ പറ്റും. അവരെങ്ങനെയാണ് ആ ഒരു വിഷയത്തെ അഡ്രസ്സ് ചെയ്യുമ്പോൾ ഏത് ഭാഷയിലാണ് അവർ സംസാരിക്കുന്നത്, ആ ശൈലി. അപ്പൊ അതൊക്കെ എന്താണ്, ഒരു തഴക്കവും വഴക്കവും നമുക്ക് കിട്ടും. യെസ്, ഇംപ്രൂവ്സ് ലിസണിങ്, നാച്ചുറൽ വൊക്കാബുലറി അബ്സോർപ്ഷൻ ആൻഡ് ടോൺ അണ്ടർസ്റ്റാൻഡിങ്. അപ്പൊ അതിങ്ങനെ പ്രോസസ്സ് ചെയ്യുമ്പോൾ നമ്മുടെ ബ്രെയിൻ അതിനോട് യൂസ്ഡ് ആവും കേട്ടോ, അതിനോട് യൂസ്ഡ് ആവും നമ്മുടെ ബ്രെയിൻ. ഓക്കെ, യെസ്, ഇത്രയും കാര്യങ്ങളാണ് ശീലങ്ങൾ എന്ന രീതിയിൽ എനിക്ക് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാനുള്ളത്. ഇനി അത് നിങ്ങളുടെ തീരുമാനമാണ്. ഈ ശീലങ്ങൾ അനുസരിച്ച് മുന്നോട്ട് പോകണോ, അതോ ഇതുപോലെ തന്നെ ഇതൊക്കെ മതി എന്ന് വിചാരിച്ച് അങ്ങനെ തന്നെ ഒരു തണുപ്പ് മട്ടിൽ പോകുന്നു എന്നുള്ളത് നിങ്ങളുടെ തീരുമാനമാണ്. എപ്പോഴും മനസ്സിൽ ആലോചിക്കേണ്ട കാര്യം, പ്രാക്ടീസ് മേക്സ് എ മാൻ പെർഫെക്റ്റ്. നിങ്ങൾക്ക് കുന്നോളം അറിവുണ്ടായാലും നിങ്ങളത് പ്രാക്ടിക്കൽ തലത്തിലേക്ക് കൊണ്ടുവരുന്നില്ലെങ്കിൽ
നിങ്ങളുടെ അറിവ് വ്യർത്ഥമാണെന്ന് മനസ്സിലാക്കുക. അപ്പൊ കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യുക, കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യുക, നിങ്ങളെ കൊണ്ട് പറ്റും. യെസ്, ഇനി മറ്റുള്ള വീഡിയോകളിൽ പുതിയ പുതിയ ടോപ്പിക്കുകളായിട്ട് നമുക്ക് ഇനിയും കാണാം കേട്ടോ. ഓക്കെ, താങ്ക് യു. ഹാപ്പി ലേണിംഗ്.